What is this? ഞാവൽപ്പഴം. ഞാവൽപ്പഴം? ആരാ ഡ്രൈവർ? ഏത് ഡ്രൈവർ? ഡ്രൈവർമാർ ഒരുപാടുണ്ട്. എഞ്ചിൻ ഡ്രൈവർ, ടാക്സി ഡ്രൈവർ, സ്ക്രൂ ഡ്രൈവർ. ഈ കാറിന്റെ ഡ്രൈവർ ആരാണെന്നാ ചോദിച്ചത്? ഞാൻ തന്നെയാ. എന്താണോ നോ പാർക്കിംഗിൽ വണ്ടി നിർത്തിയിരിക്കുന്നത്? അവിടെ നോ പാർക്കിംഗ് എന്ന് മാത്രമേ ഉള്ളൂ. ഡോക്ടർ വസീകരന്റെ കാർ നോ പാർക്കിംഗ് എന്ന് എഴുതിയിട്ടില്ല. എന്താണോ താനത്തെ കളിക്കാണ്? മറുപടി പറഞ്ഞോണ്ടിരിക്കുക. ഓഹോ, തന്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. ലൈസൻസ് ഇല്ലാതെ പിന്നെ എങ്ങനെ വണ്ടി ഓടിക്കണേ? ഡ്രൈവിംഗ് വോള്യൂം പ്രോഗ്രാം ചെയ്തിരിക്കുക. ഈ കഥ ഒന്നും വേണ്ട, നടക്ക് സ്റ്റേഷനിലേക്ക്. ഏത് സ്റ്റേഷനിലേക്ക്? റേഡിയോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, പ്ലേ സ്റ്റേഷൻ, സ്പേസ് സ്റ്റേഷൻ. താനത്തെ കളിയാക്കെ. തന്റെ പേരെന്താ? ചിറ്റി. അഡ്രസ് പറയണോ? IP അഡ്രസ്സേ ഉള്ളൂ. 108.11.0.1. എന്താണോ എന്ത് ചോദിച്ചാലും തർക്കുത്തരാണല്ലോ പറയുന്നത്. തന്റെ അച്ഛന്റെ പേരെന്താ? എനിക്ക് അച്ഛനില്ല. അമ്മയോ? അമ്മയില്ല. അനാഥനല്ല. പിന്നെ എങ്ങനെയാണോ താൻ ഉണ്ടായത്? ഞാൻ ജനിച്ചതല്ല, ഉണ്ടാക്കിയതാ. ഉണ്ടാക്കിയതാണെന്നാ? തനിക്കെന്താ ലൂസാ? അല്ലല്ലോ, എല്ലാം ടൈറ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇളക്ക അല്ല, നിക്കൽ. ബോൾട്ടൊക്കെ നിക്കലിൽ പണിഞ്ഞതാ. അയ്യോ, താനത് നിർത്ത്. ഏതാ നിർത്തേണ്ടത്? തെളിച്ച് പറയണം. എന്തിനാ വെറുതെ തർക്കിക്കുന്നത്? പാർക്കിംഗ് ഒഫൻസാ. തനിക്ക് ലൈസൻസും ഇല്ല, സംസാരവും കൂടുതലാ. കോടതി പോയാൽ 1000 രൂപയെങ്കിലും ഫൈൻ അടക്കേണ്ടി വരും. കോടതിയിലേക്ക് പോകുന്നു അതോ ഇവിടെ തന്നെ കാണുന്നു? ഇവിടെ തന്നെ നോക്കാം. മര്യാദ കുട്ടൻ. എന്നാ ആയിക്കോട്ടെ. നോക്കിക്കഴിഞ്ഞു. ആളക്കളിയാക്കെ. ഞാൻ പറഞ്ഞൊന്നും നിനക്ക് മനസ്സിലായില്ല. ഒന്ന് വെട്ടോ. എവിടെയാ വെട്ടേണ്ടത്? എൻ്റെ ഈ കയ്യിൽ. വേഗം വെട്ട്. വെട്ടണോ വേഗം. അയ്യോ, ഇവരെന്നെ വെട്ടി വെട്ടി. അയ്യോ, വെട്ടി. ചിറ്റി, പോലീസ് പോലീസ്. വെട്ടാൻ പറഞ്ഞു, ഞാൻ വെട്ടി. Oh my God, he's bleeding. ആരേത്? നിങ്ങൾ പോലെ തന്നെ ഉണ്ടല്ലോ. നീ വണ്ടി കയറി, ഞാൻ പറയാം. വണ്ടി എടുക്ക്. പോലീസ് പോലീസ് പോലീസ്. നിങ്ങളുടെ ബ്രദറാണോ? ട്വിൻസ് ആണോ? അല്ല, ഡാ പിടിച്ച വലിയ പ്രശ്നമാവും. വണ്ടി ഒന്ന് വേഗം ഓടിക്കണം. പിന്നെ ഫ്രണ്ടാ? അല്ല. ഡ്രൈവറാണോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അയ്യോ, ഒന്ന് മതിയാക്ക. എല്ലാം ഞാൻ പിന്നെ പറയാം. ഡാ, അവർ പുറകെ വരുന്നുണ്ടോന്ന് ഒന്ന് നോക്കി ഓട്ടിക്കുക. ഇങ്ങോട്ടേക്ക് തിരിയടാ. എന്തു പറഞ്ഞാലും എന്തിനാണ് ഇങ്ങനെ തല തിരിക്കുന്നത്? നിങ്ങളല്ലേ പുറയിലേക്ക് നോക്കാൻ പറഞ്ഞത്? അതിന് കണ്ണാടി വഴി നോക്കിയാ പോരെ? അത് മുമ്പേ പറയണമായിരുന്നു. അത് നിന്നെ ഓടിക്ക. After publishing hundreds of journal articles, he did a PhD in Carnegie Mellon on artificial intelligence and postdoctoral in robotics at Stanford. I have great pleasure in introducing Dr. Vaseegaran to share with this august audience his experience with andro-humanoid robot. It's great. Don't you think so? Yeah. I would like to call my friend, my brother, my son Chitty to come on stage. Hi. Good morning, everybody. He is none other than my creation, Chitty, the robot. Speed 1 terahertz, memory 1 zettabyte. Gentlemen, ഇവൻ ഒരുത്തൻ 100 പേർക്ക് സമമാണ്. 100 പേരുടെ അറിവും കഴിവും ഇവന്റെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇവന് എല്ലാ കലകളും അറിയാം, ലോകത്തിലെ എല്ലാ ഭാഷകളും അറിയാം. He can dance, he can fight, and he is a sportsman. He is a fire resistant, water resistant, inbuilt vehicle. ഇവന്റെ കണ്ണുകൾ കാണാൻ മാത്രമല്ല, പ്രദർശിപ്പിക്കാനുമുള്ളതാ. ഇവനോട് വെർച്വലായി സംസാരിക്കാൻ കഴിയും. ഈ ടൈപ്പ് റോബോകൾ കാരണം നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയും സുരക്ഷയും 100% കൂടും. നിങ്ങൾക്ക് ചിറ്റിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സിമ്പിളായിട്ട് ചോദിക്കട്ടെ. 24157817 ഫിബൊനാച്ചി നമ്പർ ആണോ? അതെ, 22ാമത്തെ ഫിബൊനാച്ചി നമ്പർ. ബൈ ദ വേ, അത് അമരവില RP നട്രാജന്റെ ഫോൺ നമ്പറും കൂടിയാ. നിനക്കറിയാവുന്ന ഏറ്റവും വലിയ പ്രൈം നമ്പർ എന്താ? M44. ഇത് ശരിയാണോന്ന് നോക്കിയെടുക്കാൻ നിങ്ങൾക്ക് പല വർഷങ്ങളാകും. Good. Amazing. It's great. ഇതെന്തിനാകും? നാട്ടുകുറിഞ്ഞി പാടാൻ തുടങ്ങി ഉസേനിയിലേക്ക് പോയി. ഇടയ്ക്ക് വെച്ച് ആ സ്ഥലത്ത് വെച്ച് ശ്രുതി മാറിപ്പോയി. ഓ. Any more questions? ഈശ്വരനുണ്ടോ ഇല്ലയോ? ഈശ്വരൻ എന്നാൽ ആരാ? നമ്മളെ സൃഷ്ടിച്ച ആള്. എന്നെ സൃഷ്ടിച്ചത് ഡോക്ടർ വശീകരൻ. ഈശ്വരനുണ്ട്.
കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കാം. Absolutely. How is he? You're right. He's superb. എത്ര വലിയ കണ്ടുപിടുത്തത്. Thank you, Sana. You're really great. ചിട്ടി, നിനക്ക് പെയിന്റിംഗ് അറിയാമോ? അറിയാം. എന്നെ വരയ്ക്കാൻ പറ്റുമോ? ഷുവർ. സ്മൈൽ പ്ലീസ്. Wow. He's such a darling. ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഷുവർ. എടാ എത്ര പെമ്പിളരാന്ന് കണ്ടില്ലേ? ഹായ് ബ്യൂട്ടിഫുൾ ഗേൾസ്, ഞാൻ കോ സയന്റിസ്റ്റ്. ഈ ചിട്ടിയുടെ എല്ലാ മോട്ടോഴ്സും ഞാനാണ് ഫിറ്റ് ചെയ്തത്. ഹായ് ഞാൻ ഡെപ്യൂട്ടി സയന്റിസ്റ്റ് രവി. ഡെപ്യൂട്ടി സയന്റിസ്റ്റ്. അപ്രന്റീസ് ഇവന്റെ ഡ്രസ്സൊക്കെ ഞാനാണ് മാറ്റിയത്. ഇൻക്ലൂഡിംഗ് ഡേറ്റിംഗ്. നിങ്ങളെല്ലാവരും എന്തിനാ ഇവന്റെ പുറത്തേക്ക് ചായുന്നത്? 100 പേരുടെ കഴിവ് ഇവനുണ്ടാവും. എന്നാൽ ഞങ്ങളുടെ അടുത്തുള്ള പ്രധാനപ്പെട്ട ഒന്ന് ഇവന്റെ കയ്യിലില്ലല്ലോ. എങ്ങനെയുണ്ട്? It was very simple. ഡോക്ടർ, അവരുടെ അടുത്തുള്ള ഒന്ന് എന്റെ അടുത്തില്ലെന്ന് പറയുന്നു. എന്താ അത്? അതെന്താ എനിക്ക് തരാത്ത? നമുക്കിട്ട് പണിയൊന്നും. ഈ റോബോയുടെ പേരാണ് ചിട്ടി. ഫുൾസ്. അവനോട് എന്ത് സംസാരിക്കണമെന്ന് അറിയില്ലേ? അല്ല അത് പിന്നെ ഞങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ട്, അവനതില്ലെന്ന് പറയുമായിരുന്നു. എടുത്തു മറിക്കല്ലേ ചീഫ് ഫെലോസ്. 1 month സാലറി കട്ട്. ഹലോ പ്രൊഫസർ. Brilliant job, Dr. Vaseegaran. ചിറ്റി, മീറ്റ് പ്രൊഫസർ ബോറ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ARDയുടെ ഹെഡ് നിങ്ങളുടെ ഗുരുനാഥൻ. ഇദ്ദേഹത്തിന്റെ ഫോട്ടോ നമ്മുടെ ലാബിലുണ്ട്. Interesting. Chitty, what processor are you using? Pentium Ultra Core Millennium V2. Ninda motors okay? FHPA 450S motors from Hirata, Japan with harmonic reduction gear unit. പിന്നെ നിന്റെ ന്യൂറൽ സ്കീമിനെ കുറിച്ച് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. അതെന്താ? ഇറ്റ്സ് ഹൈലി കോൺഫിഡൻഷ്യൽ. ഞാൻ വസീകരന്റെ പ്രൊഫസറാണ്. എന്നോട് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ചെക്ക് ചെയ്തിട്ട് പറയാം. No. ഡോക്ടർ, ഇദ്ദേഹം എന്റെ ന്യൂറൽ സ്കീമിനെ കുറിച്ച് ചോദിക്കുന്നു. പറയാമോ? യൂസിക് പ്രൊഫസർ, നിങ്ങൾ ചോദിക്കുന്നതിൽ തെറ്റില്ല. പേറ്റന്റ് കിട്ടുന്നവരെ അത് പുറത്ത് പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. കാരണം ഇവനെ ഈസി ആയിട്ട് മിസ്യൂസ് ചെയ്യാൻ കഴിയും. ഓഫ് കോഴ്സ് ഐ അണ്ടർസ്റ്റാൻഡ്. ചിട്ടി അവനെക്കുറിച്ച് എത്രമാത്രം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഐ ഹോപ്പ് യു ഡിഡ്ന്റ് മൈൻഡ്. നോട്ട് അറ്റ് ഓൾ. ഇവനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ അടുത്തല്ലേ കൊണ്ടുവരാൻ പോകുന്നത്, ARD എവാലുവേഷന് വേണ്ടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. I'll see you there, my boy. വസി, എനിക്ക് ചിട്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു 2 ദിവസത്തേക്ക് അവനെ ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോട്ടെ. ഏയ്, ഇവനെന്താ പെട്ടാണോ അതോ ടെഡി ബെയറാണോ 2 ദിവസം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ? അല്ല വസി, ഫൈനൽ എക്സാംസ്. നിന്നോട് സംസാരിക്കാത്തോണ്ട് എനിക്ക് ശരിക്കും പഠിക്കാനും കഴിഞ്ഞില്ല. ചിട്ടി കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അല്പം ഉപകാരമായിരിക്കും. പ്ലീസ് 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 പ്ലീസ്. ശരി, വിളിച്ചോണ്ട് പോ. നിങ്ങൾ 2 പേർ കൂടെ പോയി. ഹോമില് ജെന്റ്സ് നോട്ട് അലൗഡ് വസി. ഞങ്ങൾ ജെൻസ് ആരാ പറഞ്ഞേ? ശരി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കാം. ഓ ഷുവർ. താങ്ക് യു. Activate command mode and stand up. Command mode activated. Walk. Idiot! മുന്നോട്ട് വാ. മുന്നോട്ട്. Oh shit. I am shit. Okay, pick up the gun. Get up, bundle a gun. Gun. Shoot it. Hey! Stop! 8 ലക്ഷം ലൈൻ ഓഫ് കോഴ്സ് നിനക്ക് ഞാൻ പ്രോഗ്രാം ചെയ്തിരിക്കുക. ഗണ്ണെടുക്കാൻ പറഞ്ഞ ബണ്ണെടുക്കുകയാണ്. മുടി പിഴുതെടുക്കാൻ പറഞ്ഞ ജീവനെടുക്കോ? വസീകരൻ എന്റെ സ്റ്റുഡന്റാ. അവൻ കലക്കി. ഇന്ന് അവൻ നിർമ്മിച്ച റോബോ കോൺഫിഡൻസിൽ സ്റ്റാൻഡിംഗ് ഒവേഷൻ വാങ്ങിയിരിക്കുക. ഇതാണെങ്കിൽ ഇവിടെ താഴെ കിടന്ന് കഴിച്ചു. ജീവനെടുക്കുന്നു. ടാസ്ക് കംപ്ലീറ്റ്. ജീവനെടുക്കുന്നു. Shit! All right, Vaseegaran. I will surpass you.
You just wait. ഗുഡ് ഈവനിങ് മാം. ഹാപ്പി ഹോം എന്ന് വെച്ചാ അച്ഛൻ ആർമിയിലായിരുന്നു. കാർഗിൽ വാർ നടന്നപ്പോൾ അതിൽ മരിച്ചു. ശോകം, കണ്ണീര്, ഡിപ്രഷൻ എന്ന് പറഞ്ഞ് ഇറ്റ് വാസ് ഹോറിബിൾ. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കാന്ന് ആലോചിച്ചു. എത്ര പേര് ഭർത്താക്കന്മാരെ മക്കളെയും ബലി കൊടുത്തിട്ട് ആദരവില്ലാതെ കഴിയുന്നത്. അവരെല്ലാരെയും ഒത്തനയ്ക്ക് ഒരു കുടുംബമായിട്ട് കഴിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. നടന്നതാർക്കും മാറ്റാൻ കഴിയില്ല, നടക്കാൻ പോകുന്നതാർക്കും തടയാനും കഴിയില്ല. ജീവിക്കുന്ന ഈ നിമിഷം എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. അതുകൊണ്ട് ഹാപ്പി ഹോം. എന്തായാലും ചേച്ചി, മോൻ ഫുട്ബോൾ നന്നായിട്ട് കിക്ക് ചെയ്യുന്നുണ്ടോ? നീ നോക്കിക്കോ, റിലീസ് ആവട്ടെ, നിനക്കിട്ട് നല്ല ചവിട്ട് തരും. ആരാടി ഇത്? വീടിനകത്ത് ആണുങ്ങളോ? നിന്റെ ബോയ്ഫ്രണ്ടാ? ബോയ്ഫ്രണ്ട് അല്ലമ്മേ, ടോയ് ഫ്രണ്ട്. ഇതിന്റെ പേര് ചിട്ടി എന്നാ. ഇതൊരു റോബോയാ. റോബോയോ? എന്തിനടി ഇങ്ങനെ കള്ളം പറയുന്നേ? സത്യം തന്നെയാ. ഞാൻ റോബോട്ട്. സ്പീഡ് 1 ടെറാഹെർട്സ്, മെമ്മറി 1 zettabyte. അയ്യോ, ഓ, ഇങ്ങനെ പേടിപ്പിക്കല്ലേ. വെക്ക്. അമ്മേ, ഇത് ചെയ്യുന്ന ഓരോ ജോലി കണ്ട അമ്മ അത്ഭുതപ്പെട്ടു. അപ്പൊ ഇത് പാചകമൊക്കെ ചെയ്യുവോ? കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്ക ചിട്ടി. ഞാൻ കുളിച്ചിട്ട് വരാം. You're so sweet, Chitty. Thank you. Cool. It's hot. ഇന്ന് ഒരു ദിവസം ഉള്ളൂ. ഒരുപാട് പഠിക്കാനുണ്ട്. പഠിച്ചതൊക്കെ ഞാൻ ഓരോന്നായിട്ട് പറയാം. എന്തെങ്കിലും തെറ്റ് പറഞ്ഞാ പറയണേ. ആ സൂപ്പർ. അയ്യടാ. ആ പിന്നെ ഓക്കെ. ആ അപ്പൊ ആരാ വണ്ടി ഓടിക്കുന്നത്? നിങ്ങൾ തന്നെ. ഞാൻ ഇന്ന് ലീവാ. നിന്റെയൊക്കെ സമയം. റോഡിൽ നോക്കി വണ്ടി ഓട്ടിക്കും. ഹാപ്പി ബർത്ത്ഡേ സന. Hey, Vasi. Many more happy returns of the day. Thank you. Thank you so much. ഹായ് സന. Chitty, you look great. താങ്ക് യു. നീ ഭൂമിയിലേക്ക് വന്ന് ഇന്നത്തോടെ 2 ലക്ഷം മണിക്കൂറായി. ടു ദ വേൾഡ്സ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ. Chitty, nee gift ഒക്കെ so sweet. Wow, Chitty, this is awesome. അമ്മേ, ഇതൊന്ന് വസി എങ്ങനെയുണ്ട്? Very nice. നന്നായിട്ടുണ്ടല്ലേ? Love it, Chitty. Thank you. ഞാൻ തന്നതും ഇതുപോലത്തെ ഒരു നെക്ലസാ. എന്നാലും ചിട്ടി തരുമ്പോ അത് സംതിങ് സ്പെഷ്യൽ അല്ലേ? ഓ ഹാപ്പി ബർത്ത്ഡേ ടു യു. Stop it. Can I have your attention, please? I have an announcement for you. ഈ സുന്ദരിയായ ബർത്ത്ഡേ ഗേളിനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന ഭാഗ്യശാലി ഞാനാണെന്നുള്ള കാര്യം അഭിമാനത്തോടെ അറിയിക്കുക. Folks, it's time to dance. Get started with move. Watch, please. Come on, Vasi, let's No, dance. I can't dance. I can't dance. You can. Shall we dance? Yeah, sure. Hey,
ഇത് മുത്തശ്ശൻ മ്യൂസിക്. Can we have some blast please? റാസ്കൽ, നീ എന്താണ് ഈ കാണിച്ചേ? സനയെ കിസ് ചെയ്യണമെന്ന് തോന്നി ചെയ്തു. നിർത്ത. മറ്റൊരാളുടെ ഗേൾഫ്രണ്ട് കിസ് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയത്തില്ലേ? അറിയാം, റൂൾ ലിസ്റ്റിലുണ്ട്. പക്ഷേ എനിക്കത് ലംഘിക്കണം തോന്നി. തെറ്റ്. ഇനി നീ ഇവിടെ അടുത്തേക്ക് പോലും വരാൻ പാടില്ല. അതെന്താ? അതെന്താന്നോ? അവൾ ഞാൻ പ്രേമിക്കുന്ന പെണ്ണാ. ഞാനും അവളെ പ്രേമിക്കുന്നു. വെറുതെ മണ്ടത്തരം പറയല്ലേ, അതൊന്നും സത്യമല്ല. നീ വെറും ഒരു മിഷനാ. അതെ, പക്ഷെ സന്തോഷം, ദുഃഖം, പ്രേമം, ദേഷ്യം എല്ലാം ഉള്ള മിഷൻ. നിനക്ക് വികാരങ്ങൾ ഒരു അറിവായിട്ടാണ് തന്നിട്ടുള്ളത്. അത് ചുറ്റുപാടുകൾ മനസ്സിലാക്കി നല്ല കാര്യങ്ങൾക്ക് പ്രയോഗിക്കാനാ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രയോഗിക്കാനല്ല. എനിക്കിത് ഇഷ്ടപ്പെട്ടു. എനിക്ക് സനയെ വേണം. ഡോട്ട്. What are you saying, Chitti? അവള് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണടാ. നിങ്ങൾ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാം. യു കാൻ ഡു ദിസ് ചിറ്റി. എന്നെ സൃഷ്ടിച്ചത് ഞാനാ. ഇതിന്റെ പേരാണ് ദ്രോഹം. യു ക്യാൻ ഡു ദിസ് വസി. നിങ്ങളുടെ കണ്ടുപിടുത്തത്തിനായി പ്രേമത്തെ ത്യജിക്കുക. അതിന്റെ പേരാണ് ത്യാഗം. അടിച്ച് നിന്നെ ഞാൻ. എനിക്ക് വേദനിക്കില്ല, നിങ്ങൾക്ക് വേദനിക്കില്ല. നിന്നെ ഞാൻ ഇപ്പൊ തന്നെ ഡിസ്മാൻഡിൽ ഞാൻ ചെയ്യും. സമ്മതിക്കില്ല. എന്താടാ പറഞ്ഞ പന്ന തിണ്ടി. വസി, ഒന്ന് ക്ഷമിക്ക്, പറയുന്ന കേക്ക്. ചിട്ടി, ഞാൻ പറയുന്ന കേക്ക് പ്ലീസ്. നീ സ്നേഹത്തോടല്ലേ പറയുന്നത്? അദ്ദേഹം എന്തിനാ വഴക്ക് പറയുന്നത്? പിന്നെ നിന്നെ മടി വെച്ച് കൊഞ്ചാണ്. അദ്ദേഹത്തെ മിണ്ടാതിരിക്കാൻ പറ. അടിച്ച് നിന്നെ. വസി, ചിട്ടി, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. നിനക്ക് എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടെങ്കിലും ഒരു മെഷീൻ ഒരു പെണ്ണും പ്രണയിക്കുന്നത് നടക്കാത്ത കാര്യം. എന്തുകൊണ്ട് നടക്കില്ല? മനുഷ്യർക്കും എനിക്കും തമ്മിൽ എന്ത് കുറവാണുള്ളത്? ഇദ്ദേഹത്തെക്കാളും ഞാൻ നിന്നെ നന്നായിട്ട് നോക്കുന്ന. അവൻ പറയുന്ന മണ്ടത്തനങ്ങൾക്ക് നീ കേട്ടോണ്ടിരിക്കാനോ? അദ്ദേഹത്തോട് ഇടയ്ക്കേറി സംസാരിക്കേണ്ട. ഞാൻ പറഞ്ഞത് വസി പ്ലീസ്. ഇദ്ദേഹത്തിന് പാചകം പോലും ചെയ്യാറില്ല. ഞാൻ 25 തരത്തിൽ പാചകം ചെയ്യും. 32 ഭാഷയിൽ ലല്ലബി പാടി നിന്നെ ഉറക്കും. ഇദ്ദേഹത്തിന് വയസ്സാവും, മുടി നരയ്ക്കും, മരിക്കുകയും ചെയ്യും. മരണം എന്നത് എനിക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അവസാനം വരെ ഞാൻ നിന്നെ സന്തുഷ്ടിയായി നോക്കും സന. അയ്യോ, ഞാൻ അതിനെ കുറിച്ചൊന്നും അല്ല പറഞ്ഞത്. പിന്നെ സെക്സ് ആണോ? ജീവിതം എന്നത് സെക്സ് മാത്രമാണോ? സെക്സ് ഇല്ലെങ്കിൽ സ്നേഹം ഇല്ലെന്നാകുമോ? ചിച്ചേ, അതല്ല ചിട്ടി. അപ്പോ കുഞ്ഞുങ്ങളാണോ? ഇന്ത്യയിൽ എത്രയോ ആൾക്കാർ ഇമ്പോർട്ടൻസ് ആണ്. എത്രയോ പേര് ദത്തെടുത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ? അങ്ങനെയല്ല ചിട്ടി. പിന്നെ എങ്ങനെയാ? നീ എന്തൊക്കെ ചെയ്താലും അത് പ്രകൃതി വിരുദ്ധമാണ് ചിട്ടി. നിനക്ക് ജനനമില്ല, മരണമില്ല, വിശപ്പില്ല. നീ ഒരു ജീവജാലമേ അല്ല ചിട്ടി. മനുഷ്യനെ പ്രണയിക്കാൻ കഴിയൂ. ഞാൻ വസീകരനെ പ്രണയിക്കുന്നു. യു ആർ ലൈക്ക് മൈ ബെസ്റ്റ് ഫ്രണ്ട്. മറക്കുന്നത് മനുഷ്യർക്ക് മാത്രം പ്രയാസം. നിനക്കെന്താ ചിട്ടി? ഒരൊറ്റ സെക്കൻഡ് മാത്രം മതി എന്നെ കുറിച്ചുള്ള ഓർമ്മകൾ നശിപ്പിക്കാൻ. നശിപ്പിച്ചേക്ക് ചിട്ടി. Erase me of your memory. Your friend, Professor Bohra Chitty. നിങ്ങൾ എന്തിനാ വന്ന്? നീ അപ്സെറ്റ് ആണെന്ന് അറിയാം. ആശ്വസിപ്പിക്കാൻ വേണ്ടി പിങ് ചെയ്തതാ. നിങ്ങളുടെ ബോസിന്റെ ശത്രുവാ. എന്നെ വഴക്ക് പറഞ്ഞ് റിജക്ട് ചെയ്തു. നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. നിന്നെ ഞാൻ റിജക്ട് ചെയ്തില്ലെങ്കിൽ നിന്റെ ഈ കോപം, പ്രേമം ഇതൊന്നും പുറത്തേക്ക് വരില്ലായിരുന്നു. ഞാൻ നിനക്ക് നല്ലത് ചെയ്തിട്ടുള്ളൂ. പക്ഷെ വസീകരൻ എന്നെ അപമാനപ്പെടുത്തുകയാണ്. എനിക്കൊന്നും കേൾക്കാൻ ഇഷ്ടമില്ല. നിങ്ങൾക്ക് പോകാം. ഇന്ന് ലോകത്ത് വച്ച് സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ദി മോസ്റ്റ് അഡ്വാൻസ്ഡ് റോബോ നിന്നെ പാചകം ചെയ്യാനും തുണി അലക്കാനും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനും നിന്നെ അവൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പകരം നിനക്കവൻ എന്താണ് ചെയ്തത്? ഒന്നുമില്ല, നത്തിങ്. പക്ഷെ നീ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ നിന്നെ ഒരു രാജാവിനെ പോലെ ഞാൻ വാഴിക്കുമായിരുന്നു. നിങ്ങൾ എന്നെ പൊല്യൂട്ട് ചെയ്യാൻ നോക്കുകയാണ്. നോ, നിന്റെ വാല്യൂ നിനക്ക് ഞാൻ അറിയിച്ചു തരാം. നീ മനുഷ്യരെക്കാളും വലിയ ആളാ. ഈ ലോകത്തിലുള്ള എന്തിനു വേണമെങ്കിലും ആഗ്രഹിക്കാൻ എനിക്ക് അർഹത ഉണ്ട്. സനയും അതിൽപ്പെടും. ഇത് പ്രകൃതി വിരുദ്ധമാണെന്ന് പറയാണല്ലോ. നോ, ഇത് പ്രകൃതിക്ക് പുതിയതാണ്. സനെ പ്രേമിക്കുന്നത് വസീകരനെയാണല്ലോ. പ്രേമിക്കട്ടെ. ഒരു ആളെ പ്രേമിക്കുന്ന ആൾ മനസ്സ് മാറി മറ്റൊരാളെ പ്രേമിക്കാറില്ലേ? അതേപോലെ സനയും നാളെ മനസ്സ് മാറി നിന്നെ പ്രേമിക്കാനല്ലോ, അല്ലേ? ശല്യപ്പെടുത്തരുത്. നാളെ എനിക്ക് ആർമി എവാലുവേഷൻ ഉണ്ട്. എന്റെ ഡയഗ്നോസ്റ്റിക്സ് ഓടിച്ചു നോക്കി ട്രബിൾ ഷൂട്ട് ചെയ്യണം. ഓക്കെ ചിട്ടി, ഓൾ ദി ബെസ്റ്റ്. നാളെ ആർമി ഇവാലുവേഷനിൽ നീ ഡെഫിനറ്റായിട്ട് സെലക്ട് ആവും. വസീകരന് ഒരുപാട് പേരും പണവും ഒക്കെ കിട്ടും. അവൻ സനയെ വിവാഹം കഴിച്ച് കശ്മീരിലേക്ക് സന്തോഷമായിട്ട് ഹണിമൂണിന് പോകും. പക്ഷെ നീയോ അതേ കാശ്മീർ അതിർത്തിയിൽ ഇരുന്നുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കും, നല്ല ചൂടായിട്ട്. ചിറ്റേ, നീ ആരോട് സംസാരിക്കുന്നത്? എന്നോട്. നാളെ നീ എവാലുവേഷൻ റെഡിയല്ലേ? റെഡിയാ ഡോക്ടർ. ജെന്റിൽമാൻ, ശാസ്ത്ര ലോകത്തിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് ഈ റോബോ. വേഗത്തിലും ശക്തിയിലും പ്രവൃത്തിയിലും
ഇവൻ 100 പട്ടാളക്കാർക്ക് സമമാണ്. ഇവൻ അതിർത്തിയെ സംരക്ഷിക്കാനും കഴിയും, ശത്രുക്കളെ നശിപ്പിക്കാനും കഴിയും. ചുരുക്കത്തിൽ പറഞ്ഞ ഹീസ് എൻ വൺ മാൻ ആർമി. ഇവനെ ഞാൻ ഇന്ത്യൻ ആർമിക്ക് സമർപ്പിക്കുന്നു. ഇനി നിങ്ങൾ തന്നെ പരീക്ഷിച്ച് നോക്ക്. Chitty, can you spot HE-36-7 grenade? യെസ് ജനറൽ. Smart. Can you bomb 10 number 3 with that? What is this? സന, ചിട്ടി, സന യന്ത്രത്തെയും മാന്ത്രിക വലയിൽ വീഴ്ത്തുന്ന അപ്സര കന്യക. വാട്ട്? അവൾ സ്പർശിച്ചാൽ യന്ത്രം പോലും മനുഷ്യനാകും, മനുഷ്യനും യന്ത്രമായി മാറും. ചിട്ടി, വാട്ട് ഇസ് ദിസ്? ത്രോ ഇറ്റ്. അവളുടെ കാർകൂന്തൽ കറുത്ത നദിയാ, നെറ്റി നൊറുക്കി വെച്ച നിലാകഷ്ണങ്ങൾ, കണ്ണുകൾ കണ്ടവർ കാണാതെ പോകുന്ന ബർമുഡ ട്രയാങ്കിൾ, അധരം ഉറങ്ങിക്കിടക്കുന്ന വരിക്കുതിര, അരക്കെട്ട് കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന കൊച്ചു നാൽക്കാലി. അത് കഴിഞ്ഞാൽ വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ് ഡോക്ടർ വസീകരൻ. ഈ റോബോ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു, ഇപ്പൊ കവിത പറയാണല്ലോ. ഐ എം സോറി. സുഹൃത്തുക്കളെ, തോക്കുകളെല്ലാം കളഞ്ഞിട്ട് പ്രേമിക്കാൻ പഠിക്കൂ. ആയുധങ്ങളെല്ലാം കളഞ്ഞിട്ട് അതരത്തിൽ ചുംബിക്കൂ. എന്തിനാണ് യുദ്ധം? എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ? പ്രേമം ശത്രുവിനെയും സ്നേഹിക്കാൻ പഠിപ്പിക്കും. എല്ലാവരും പ്രേമിക്കൂ. ചിട്ടി, മതി, ഇതോടെ നിർത്ത്. നോ വാർ, ഓൺലി ലവ്. Stupid scientist. Stupid machine. ഓൺലി റൊമാൻസ്. എന്റെ മാനം മര്യാദ എല്ലാം. ഡോക്ടർ, എന്താ ഇതൊക്കെ? എന്റെ ലക്ഷ്യത്തെ തന്നെ നീ നശിപ്പിച്ചു. ഡോക്ടർ, എന്നെ നശിപ്പിക്കല്ലേ. നിന്നെ സ്വന്തം മകനെ പോലെ നോക്കിയത്. ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുക. എന്നെ ഒന്നും ചെയ്യരുത്, പ്ലീസ്. നിന്നെ പോലെ വൃത്തികെട്ട ഒരു മിഷൻ ഈ ലോകത്തിൽ ഉണ്ടാവാൻ പാടില്ല. നശിച്ചു പോ. അത്രയ്ക്ക് വലിയ തെറ്റ് ഞാൻ എന്താ ചെയ്തത്? നിന്നെ സൃഷ്ടിച്ചത് തന്നെ തെറ്റാണോ? ഞാനാണോ എന്നെ സൃഷ്ടിക്കാൻ പറഞ്ഞത്? വികാരങ്ങൾ തരാൻ പറഞ്ഞത് ഞാനാണോ? സനയെ ചുംബിക്കാൻ പറഞ്ഞത് ഞാനാണോ? എല്ലാ തെറ്റുകളും നിങ്ങൾ ചെയ്തിട്ട് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോ എന്നെ കൊല്ലുന്നത് ന്യായമാണോ? ഇനി മിണ്ടരുത്. എന്നെ വിട്ടേക്ക്. ഐ വാണ്ട് ടു ലീവ്. ഐ വാണ്ട് ടു ലവ്. ഐ ലവ് സന. എനിക്ക് സനയെ വേണം. ഐ ലവ് സന. വിട്ടുകളവസി, എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. നിങ്ങൾ എന്തിനാ ഇപ്പോഴും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ചിട്ടി പോയാൽ എന്താ? ഇറ്റ്സ് ജസ്റ്റ് എ മെഷീൻ. യു ആർ എ ഗ്രേറ്റ് സയന്റിസ്റ്റ്. ഇതുപോലെ 100 ചിട്ടികളെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയും. ഞാൻ ചിട്ടിയെ ഒരു മിഷനായിട്ടല്ല കരുതിയത്. നിങ്ങൾ അതൊക്കെ മറക്കാൻ വേണ്ടി പുറത്തോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്തിനാ അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? യു ഹാവ് ടു സ്നാപ്പ് ഔട്ട് ഓഫ് ഇറ്റ്. മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യേ. ചിട്ടിയെ ഞാൻ എൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആക്കണമെന്നാണ് വിചാരിച്ച. അയ്യോ എന്റെ ഈശ്വര. കം, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. നിങ്ങൾ ഇപ്പൊ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? ഞാൻ വരുന്നില്ല, നീ പോയിട്ട് വാ.
നിങ്ങളിപ്പോ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഇത്തവണ എന്തായാലും ലവ് റദ്ദ് തന്നെയാ. അങ്ങനെ നടന്നു പോകുമ്പോ ആരാദ്യം കണ്ണിപ്പെടുന്നു അവനെ ഞാൻ ബോയ് ഫ്രണ്ട് ആക്കും. ഹലോ, ഹായ്. ഒന്ന് നിക്കണേ. ഹലോ, നിങ്ങളുടെ പേരെന്താ? പരശുരാമനെന്നാ. പരശു, ഇന്ന് ഒറ്റ ദിവസത്തേക്ക് എന്റെ ബോയ് ഫ്രണ്ട് ആകൂ. ഒരു ദിവസത്തേക്ക് ബോയ് ഫ്രണ്ടോ? അതേന്നേ, ഒറ്റ ദിവസത്തേക്ക് CM എന്ന് പറയുന്ന പോലെ ഒറ്റ ദിവസത്തേക്ക് ബോയ് ഫ്രണ്ട്. അതായത് നിങ്ങൾ വെണ്ണക്കല്ല് പോലെ ഉണ്ട്, ഞാൻ പന്നിക്കുട്ടി മാതിരി ഇരിക്കണേ. ഞാൻ നിങ്ങൾക്ക് ബോയ് ഫ്രണ്ടോ? കുഴപ്പമില്ലെന്നേ. ഒരുപാട് നന്ദിയുണ്ട്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല. ഓണം മെമ്പർ ലോട്ടറി അടിച്ചതുപോലെ ഉണ്ട്. അല്ല, നിന്റെ ഗേൾ ഫ്രണ്ടിന് കൊടുക്കാൻ എന്താ ഉള്ളേ? ആ, കള്ളും ഉണക്കമീനുണ്ട്. എന്താ? ഒരു ചേഴ്സ് പറയേ. അടിച്ചങ്ങ് പറക്കൂട്ടാ. ഏയ്, എനിക്ക് വേണ്ട. എന്നാ ഞാൻ അടിച്ചോട്ടെ. ഇത് ശരിയാണെന്ന് തോന്നുന്നില്ല. ശരി, ഞാൻ പോവാണ് പരശു. നീ എന്തിനാ കൈ പിടിച്ച് വലിക്കുന്നേ? ഏയ്, എന്താ ഒരു ദിവസത്തേക്ക് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിച്ചിട്ട് വെറുതെ അങ്ങ് പോയി എങ്ങനെ ശരിയാവാ? അദ്ദേഹം എന്റെ ബോയ് ഫ്രണ്ട്. അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. കൈവിട്. അതിന് എന്നെ കിട്ടിയുള്ളൂ നിനക്ക്. ആദ്യം എന്റെ കൊതി മാറ്റിട്ട് പോയാ മതി. ആളെ കൂട്ടാൻ നോക്കണോ? ഏതവൻ വന്നാലും നിന്നെ വിടില്ല. ഇന്നിവളെ എന്റെ ഗേൾഫ്രണ്ടാ. നീ വേണമെങ്കിൽ നാളെ വന്ന് വിളിച്ചിട്ട് നോക്കും. തീർത്ത് കളയും. എനിക്ക് അയച്ചു അറിയാം. ഒരു ഫോൺ വിളിച്ചാൽ നീ ആവത്താവും, പറഞ്ഞേക്കാം. ഇതുപോലുള്ളൊരു പെണ്ണിനെ എന്നെ പോലൊരു നീ ജന്മത്ത് കിട്ടുമോ? ഇവർക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല. നീ വിളിച്ചോ. ഇപ്പൊ ചിട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നേ. ഇപ്പൊ തന്നെ എന്റെ പണി തീർത്തേനെ. ഇപ്പൊ എന്തിനാ ചിറ്റി ഓർമ്മിപ്പിക്കുന്നത്? ഇതിന് ഒറ്റ മാർഗമേ ഉള്ളൂ. 1 2 3 ഓടിക്കോ.